മോളിക്കുട്ടി ഗാഥ എടുത്തുണ്ടോ? ഉണ്ട്. നീ ഒന്ന് വേഗം സ്പീക്കറിലിട്ടെ. ഗാഥ, കൃഷ്ണയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയും കളരിക്കലേക്ക് എത്താൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളോട് വന്നാല് അകത്ത് കയറാൻ എളുപ്പാ. എന്താ കൃഷ്ണേ? ഇവിടെ എല്ലാവരും വേറൊരു കാര്യത്തിന്റെ ശ്രദ്ധയിലാ. ഞാൻ അങ്ങോട്ട് വന്നാ ഗാഥ ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ചിലപ്പോ ആർക്കെങ്കിലും സംശയം തോന്നും. ഒരു സംശയമില്ലാതെ ഗാഥയ്ക്ക് അകത്ത് കയറാൻ പറ്റിയ സമയം ഇത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഈ നേരത്ത് ഞങ്ങൾ എങ്ങനെ വരാനാ? ഇവിടെ കിടക്കുന്ന കാറെടുത്ത് വരാന്ന് കരുതിയാ അങ്ങേരത് അറിയില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഓട്ടോയിലെങ്കിലും കയറിയിട്ട് വാ. ശരി കൃഷ്ണേ, ഞങ്ങൾ ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. ഹാ, എനിക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യാൻ ഒന്നും പറ്റില്ല. ഞാൻ കാറിലെ യാത്ര ചെയ്യാറുള്ളൂ. ദരിദ്രവാസികളെ യാത്ര ചെയ്യുന്ന ഓട്ടോയില് ഞാൻ ഒരിക്കലും കേറില്ല. ദരിദ്രവാസികളെ യാത്ര ചെയ്യുന്ന വാഹനോ? നീ എന്താ ഓട്ടോയെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നീയും നിന്റെ മമ്മിയും ചിലപ്പോഴേ ഓട്ടോയിൽ കയറിയിട്ടില്ലായിരിക്കും. എന്ന് വെച്ച് അത് ദരിദ്രവാസികളുടെ വണ്ടിയാണോ? കഷ്ടം. വെറുതെ ഓട്ടോയെ കുറിച്ചും പാവങ്ങളെ കുറിച്ചും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. മോളിക്കുട്ടി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇപ്പൊ ഈ അവസ്ഥ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടാ. ഗാഥ ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. എനിക്ക് ഇവിടെ ഇറങ്ങിപ്പോയേ പറ്റൂ. ഇനി ഗാഥയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേ. എന്ത് തീരുമാനിച്ചു? പോന്നുണ്ടോ? പോണോന്നുണ്ടെങ്കിലേ ഓട്ടോ മാത്രം ശരണം. ദരിദ്രവാസികളുടെ വാഹനം പോണോന്ന് താല്പര്യമുണ്ടെങ്കിൽ പുറത്തു പോയി ഞാൻ ഓട്ടോ നോക്കാം. ഇല്ലെങ്കിലേ ഇവിടെ തന്നെ ഇരുന്ന് നക്ഷത്ര എണ്ണ. ഞാൻ വരാം. അങ്ങനെ വഴിക്ക് വാ. ഇപ്പൊ പോലും നിന്നെ സുരക്ഷിതമായി എങ്ങനെ കളരിക്കൽ വീട്ടിലെത്തിക്കാന്നാണ് അവൾ ആലോചിക്കുന്നത്. നീ ചിന്തിക്കുന്നത് അവളെ ഇല്ലാതാക്കാനാ. അതാ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. സത്യം പറ, മറ്റവളോടെ ആരെക്കുറിച്ചാ നിങ്ങൾ ഈ ചോദിക്കുന്നത്? എടി നുണ പറയല്ലേ. നീയും വേറൊരു കഥ കൂടി ഇവിടെ തല്ലുകൂടിയതല്ലേ? അവൾ എവിടെയെന്നാ ചോദിച്ചേ? അയ്യോ നവീൻ, ഇവരെന്തൊക്കെയാ പറയുന്നേ? ഞങ്ങൾ എന്തൊക്കെയാ പറയുന്നെന്ന് ഞങ്ങൾ കാണിച്ചിരാടി. നീ അവളെ കണ്ടത് സത്യമല്ലേ? അതെ, ഇവളുമാര് തമ്മിൽ നല്ല ബഹളമായിരുന്നു. ഒരു കാര്യം, ഇവിടെ എവിടെയെങ്കിലും അവളുണ്ടാവും. അവളുണ്ടാവും. പോണി കുഞ്ഞെ നവീനെ അവിടെ കണ്ടുപിടിക്കടാ. അവളെ കണ്ടുപിടിക്കടാ. എവിടെ പോയി? എന്നാലും അച്ഛാ, ഇവരിത് എവിടെ പോയി? അല്ല, നിങ്ങളെല്ലാരും എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇവളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്ക്. ഇവള് പറയുന്ന എത്ര നേരം നിർമ്മല അകത്ത് വെള്ളം വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവൾ അവിടെ ആയിരുന്നില്ലേ? പിന്നെ അവിടെ എന്തിന് ഇവിടെ വന്നു? ഇവളെന്താ ഇവിടെ ചെയ്യുന്നേ? താനോട് എന്തെടുക്കായിരുന്നു? കണ്ടില്ലേ നവീൻ, ഇവിടെ വന്നു നിന്ന് പൂക്കൾ എടുത്തോണ്ടിരിക്കായിരുന്നു. മോളെന്താ ഇങ്ങോട്ട് പോന്നേ? അയ്യോ തമ്മേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അത് എന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവസാനം എന്നോടാണല്ലോ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിന്നതാ. അല്ലാതെ 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 ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തിനാ ഇവരെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന? എനിക്ക് വയ്യ നവീൻ.
മോളെ കൃഷ്ണ മോളെ മോളെ കണി കാണാനുള്ള സമയമായി ഇറങ്ങാറായില്ലേ മോളിക്കുട്ടി മോളെ വാ തുറന്നേ മോളെ 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 ഛെ. ഇവരിതെവിടെ പോയി ഇനി സിതാര വീണ്ടും വന്നോ അച്ഛാ